ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച ഒരു അയിലക്കറി ഉണ്ടാക്കാം. എനിക്ക് പകുതി ക്ലീൻ ചെയ്ത് ആണ് അയില കിട്ടിയത്. ബാക്കി ഞാൻ അതിൻ്റെ തോല് വിരിച്ച് എല്ലാം ഒന്നുകൂടെ വൃത്തിയാക്കി ഉപ്പിട്ട് തേച്ച് കഴുകി എടുത്തതാണ്. നന്നായിട്ട് കഴുകി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനാണിത്. ഈ അയില നമുക്ക് ഒരയില ഒരു 3 പീസാക്കാം. കാരണം ഇച്ചിരി വലിയ അയിലയായിരുന്നു. നമുക്ക് 3 പീസാക്കി കഷ്ണമാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് മീനിനകത്തിലിടാം. അതിനുശേഷം ഒരു 2 3 പച്ചമുളകും കൂടി അരിഞ്ഞിടുക. ഇങ്ങനെ 2 3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടതിന് ശേഷം ഇനി നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങയും കറിവേപ്പില, കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി ഇത്രയും കൂടി ഒരു പാനിനകത്തിലിട്ട് നമുക്ക് നല്ലവണ്ണം വറുത്തെടുക്കാം. ഈ വറുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പാനിനകത്തിലിട്ട് വറുത്തെടുത്താൽ മതി. നല്ല തേങ്ങ നല്ല ചുമക്കുന്ന പരുവം വരെ വറുത്തെടുത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം ഈ ചൂട് തേങ്ങയ്ക്കകത്തിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക. നല്ലവണ്ണം പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നല്ല കുഴമ്പ് രീതിയിൽ അരച്ചെടുക്കാം. ഈ രീതിയിൽ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൺചട്ടിയിലെ മീനിനകത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി സ്റ്റൗവിൽ വെച്ച് എടുക്കുക. മീൻ നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ഇടുക. ഇത് മറക്കരുത്, ഉലുവാപ്പൊടി ഇടുക. നല്ല കുറുകി പറ്റി വരുന്ന സമയം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നമ്മൾ ഇപ്പോഴാണ് മീനിനകത്തിൽ ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുക. അസാധ്യ മണമാണ് കേട്ടോ. ആ പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ആ തേങ്ങ വറുത്തരച്ചതിൻ്റെയും ഒക്കെ ഒരു മണമുണ്ട്. അടിപൊളി മണമാണ്. നല്ല സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളം പോലെ അങ്ങ് ആക്കരുത്. നല്ല കുഴമ്പ് പരുവത്തിൽ എടുക്കുക. കുഴമ്പ് പരുവത്തിലെടുത്ത് ചോറിനൊഴിച്ച് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഒക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. ഈ നാടൻ മീൻകറി വെക്കുമ്പോൾ നമ്മളിങ്ങനെയാണ്. പണ്ട് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റായിരുന്നു. ഇത് അരകല്ലിൽ വെച്ച് അങ്ങോട്ട് അരച്ചെടുക്കാമായിരുന്നെങ്കിൽ ഇതിലും ടേസ്റ്റ് വന്നേന് ഈ അരപ്പിന്. അപ്പോൾ നല്ല അടിപൊളി നാടൻ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത്? എന്തായാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. സൂപ്പർ മീൻകറിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.